കാര്യം ചോദിക്കാം. ഈ രാജ്യത്ത് റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ആർക്കാണ് എന്നറിയാമോ? അത് വഖഫ് ബോർഡിനാണ്. അതും രാജ്യത്തിന്റെ കണ്ണായ സ്ഥലങ്ങളിൽ ഭൂമി ഉള്ളവരാണ് വഖഫ് ബോർഡ്. ഇവിടെ ഈ ഭൂമിയിൽ കണ്ണുവെച്ച BJP-ക്കാർ അത് റെയിൽവേയും ഡിഫൻസ് ഭൂമികളൊക്കെ മുറിച്ചു കൊടുക്കും പോലെ മുറിച്ചു കൊടുക്കാനാണ് പുതിയ ബില്ലുമായി കടന്നു വരുന്നത്. സത്യത്തിൽ ഇത്രയധികം ഭൂമി കൈവശം വെക്കുന്നവരാണ് വഖഫ് എന്ന് നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ BJP-യുടെ കണ്ണിൽ അതൊക്കെയുണ്ട്. അതൊക്കെ തങ്ങൾ കൈക്കലാക്കുമെന്ന് നോക്കിയിരിക്കുന്നവരാണ് ഇക്കൂട്ടർ. എന്തായാലും രാജ്യത്തെ പിടിച്ചു കുലുക്കുന്ന വഖഫ് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുന്നിലേക്ക് വിടുമ്പോൾ ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായിട്ടാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു രംഗത്തെത്തുന്നത്. രാഹുലിനും വഖഫ് ബില്ലിന് അനുകൂലമാണ് എന്നാണ് പറയുന്നത്. മൗനമായ സമ്മതം രാഹുലിന് ഈ വഖഫ് ബില്ലിൽ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് 2005 മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇത്തരം ഒരു ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് എന്ന അവകാശവാദമാണ് കിരൺ റിജിജു ഉയർത്തുന്നത്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതാണ് സച്ചാർ കമ്മിറ്റി. എന്നാൽ അത് മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്ന ഒന്നാണത്. അതായത് ന്യൂനപക്ഷങ്ങളിൽ തഴപ്പെട്ടു പോയിട്ടുണ്ടോ ഇക്കൂട്ടർ എന്നറിയാനും ഇവരെവിടേക്ക് എത്തി നിൽക്കുന്നു എന്നറിയാനും വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം മുന്നിലാണ്, ആരോഗ്യകാര്യത്തിൽ എത്രത്തോളം മുന്നിലാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അല്ലാതെ മുസ്ലിങ്ങളുടെ ഭൂമി കൈയടക്കാനായിട്ട് വേണ്ടിയിട്ടല്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ സച്ചാർ കമ്മിറ്റിയുടെ വാലിൽ കെട്ടിയിടാനാണ് BJP ഈ വഖഫ് ബില്ലിനെ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് ബിൽ പാസ്സാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് പുറത്തു പറയാൻ രാഹുലിന് ആകില്ല എന്നൊക്കെ കിരൺ റിജിജു പറയുന്നത്. പ്രതിപക്ഷം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വഖഫ് ബോർഡുകൾ മാഫിയ കൈയടക്കിയതായി പല MP-മാരും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ചിലർ ബില്ലിനെ വ്യക്തിപരമായി പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ കാരണം അത് പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ബിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളുമായി ഔദ്യോഗിക രാഷ്ട്രീയവുമായ തലത്തിൽ രാജ്യത്തുടനീളം കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് എന്നും കിരൺ റിജിജു പറയുന്നുണ്ട്. വഖഫ് ബോർഡ് ചെയർമാൻ, CEO-മാർ, മറ്റ് പ്രതിനിധികൾ എന്നിവരുമായി പോലും 2015 ശേഷം സജീവമായ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വഖഫ് ബില്ലിന് രാഹുൽ തലയാട്ടി എന്ന് പറയുന്നതിൽ വലിയ വിഡ്ഢിത്തമൊന്നും വേറെ ഇല്ല.